ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഇൻട്രോ വീഡിയോ ഒന്നും കൊടുക്കുന്നില്ല, നേരെ നമുക്ക് വ്ളോഗിലേക്ക് കിടക്കാം. കുറേ നാളുകൾക്ക് ശേഷം മിക്കാനെ കൂട്ടിയിട്ട് എൻ്റെ വീട്ടിലോട്ട് പോയതാട്ടോ. അപ്പോൾ മിക്കാൻ്റെ സർജറി ഒക്കെ കഴിഞ്ഞ ശേഷം പിന്നെ അങ്ങനെ പുറത്തൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉമ്മ കുറേ ദിവസമായിട്ട് ഇങ്ങനെ വിളിച്ചപ്പം എൻ്റെ ബ്രദർ നമ്മളെ വിളിക്കാൻ വന്നു. അങ്ങനെ എല്ലാവരും കൂടി എൻ്റെ വീട്ടിലേക്കൊന്ന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നാട്ടിൽ ഞങ്ങൾ അധികം കല്യാണമൊന്നും ഇതുവരെ കൂടിയിട്ടില്ല അടുത്തൊന്നും. അപ്പോൾ കല്യാണം വന്നപ്പം എൻ്റെ വീട്ടിലും ഇക്കാൻ്റെ വീട്ടിലും കല്യാണം വന്നു. സെയിം ഡേ തന്നെ ആയിപ്പോയി. അപ്പം ഇക്കാൻ്റെ ബ്രദറിൻ്റെ മോളുടെ കല്യാണമാണ്. അപ്പോൾ അതിന് ഡ്രസ്സ് എടുക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾ കുർത്ത വാങ്ങിക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പം ഇക്ക എന്തായാലും ഷോപ്പിങ്ങിന് വന്നിട്ടില്ല. എനിക്ക് പറ്റുന്ന ഒന്ന് എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുപോയി ഇട്ട് വെക്കണം. എന്നിട്ട് വീണ്ടും കൊണ്ടുവന്നിട്ട് അതിൻ്റെ അളവിൽ അടുപ്പിക്കാൻ കൊടുക്കണം. അങ്ങനെ അടുപ്പിക്കാൻ ചെയ്തു കേട്ടോ. പിന്നെ റോയ്മോൾക്ക് യെല്ലോ ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഒരു ദിവസം നമ്മളെല്ലാവരും യെല്ലോ ഡ്രസ്സ് ഇടുന്നത് ഇക്കാൻ്റെ വീട്ടിലുള്ള ഒരു വീട്ടിലൊരു ഫംഗ്ഷന്. അപ്പോൾ അതിന് യെല്ലോ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് തിരൂർ ട്വിൻസ് ഉണ്ടല്ലോ, അവിടെ വന്നതാണ്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്തു. പിന്നെ ഞാൻ വന്നിട്ടുള്ളത് അമ്മാവിൻ്റെ ചെറിയ മോൻ്റെ കൂടെയാണ്, ഷാബിൻ്റെ അനിയൻ്റെ കൂടെ കേട്ടോ. ഷാബിനെ പിന്നെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പം അമ്മാവിൻ്റെ വീട്ടിലൊന്ന് കയറി അങ്ങനെ പിന്നെ അവിടുന്ന് പോന്നു കേട്ടോ. പിന്നെ ഞാൻ അന്നത്തെ ദിവസം ഒത്തിരി ബിസി ആയിട്ടുള്ള ദിവസമായിരുന്നു, പക്ഷെ അധികം വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തന്നെ പോയി. ആറ്റുനോത്തൊരു കല്യാണം റെഡിയായപ്പോൾ 2 കല്യാണം ഒരേ ദിവസമായിപ്പോയി. ഇക്കാൻ്റെ വീട്ടിൽ ഇക്കാൻ്റെ ബ്രദറിൻ്റെ മോളുടെ കല്യാണം, എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ അമ്മായിയുടെ മോൻ്റെ കുട്ടീൻ്റെ കല്യാണം. അവിടുത്തെ ഫസ്റ്റത്തെ കല്യാണമാണ്, പേരക്കുട്ടീൻ്റെ ഫസ്റ്റത്തെ കല്യാണമാണ്. അപ്പോൾ എല്ലാവരും കൂടും, ഞാൻ മാത്രം ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ എനിക്ക് ടെൻഷനായിപ്പോയി, രണ്ടിനും ഞാൻ എങ്ങനെയാണ് പോവാന്നൊക്കെ. അപ്പം എന്താ പറയുക, ഒരു കലപിലായിരുന്നു. ഇവിടേക്കൊന്ന് പോവും, ഇവിടുന്ന് അങ്ങോട്ട് കൂടും, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരും, അങ്ങനെയൊക്കെ ആയിരുന്നു. രണ്ടും കുറച്ച് അടുത്തായതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ, വീടുകൾ അടുത്തായതുകൊണ്ട് തന്നെ. അപ്പോൾ കല്യാണത്തിൻ്റെ തലേ ദിവസം ഇവിടെ വീട്ടുകാരെല്ലാവരും കൂടി, ഇക്കാൻ്റെ വീട്ടിൽ എല്ലാവരും കൂടിയിട്ട് എന്താ പറയുക, അന്നാണ് മഞ്ഞ ഡ്രസ്സ് ഇട്ടിട്ടുള്ള ചെറിയൊരു ഫംഗ്ഷന്. വീട്ടിലുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ, പുറത്തുനിന്ന് ആൾക്കാരൊന്നുമില്ല. അപ്പോൾ എല്ലാവരും മഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഇവിടെ പിന്നെ പുറത്തുനിന്ന് ആൾക്കാരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ വീട്ടുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും കൂടി, കുട്ടികളെല്ലാവരും കൂടി ഭയങ്കര രസം, കളിയും ചിരിയും ഒക്കെ ആയിട്ട്, ഡാൻസും പാട്ടൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് നേരം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ, കാരണം ഞാനും അവിടെ ബിസി ആയിപ്പോയി. എന്താ പറയുക, ഇങ്ങനെ ഇത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഒരു പിടുത്തമില്ല, ആരും വീഡിയോ എടുത്ത് തരാനുണ്ടായിരുന്നില്ല, വീട്ടുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് എടുത്തിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോയി. പിന്നെ അവിടുന്ന് പിന്നെ ഇനി അടുത്തത് അമ്മായിൻ്റെ വീട്ടിലെ ഫംഗ്ഷൻ കേട്ടോ. അതാണ് ഞാൻ കൂടുതലും എടുത്തിട്ടുള്ളത്. അതെനിക്ക് വീഡിയോ എടുത്തു തരാൻ കുറേ ആൾക്കാരുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് കല്യാണത്തിന് തലേ ദിവസത്തെ പരിപാടിയാണ്. എൻ്റെ അമ്മായിയുടെ വീട്ടിലാണ് ഫംഗ്ഷൻ, അമ്മായിയുടെ മോളുടെ കല്യാണമാണ്. അപ്പോൾ ഇനി ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നില്ല, ഇനി ലൈവായിട്ടുള്ള വോയിസും ഒക്കെ ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. ബ്രൈഡിൻ്റെ പേര് ഹന എന്നാണ്. ഹനയുടെ നിക്കാഹ് കുറേ മുമ്പ് കഴിഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുയ്യാപ്പിളി വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ കല്യാണത്തിന് തലേന്നത്തെ ഫംഗ്ഷനാണ്. അതുപോലെ അമ്മേൻ്റെ മോന്, അതായത് ഹനൻ്റെ ഉപ്പി ഉമ്മിയാണ് ഇതാ ഇപ്പോൾ കയറിയത് കേട്ടോ. ആ ഒരു ക്രീം ചുരിദാറും ക്രീം കുർത്തയായിട്ടുള്ളത്.
അതുപോലെ പുയ്യാപ്പിളിൻ്റെ പേര് ആഷിഖ് എന്നാണ്. പിന്നെ എന്താ പറയുക, എവിടെ തുടങ്ങണം എവിടെ അവസാനിക്കണം എന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ എന്തായാലും അത് കണ്ടു നോക്കൂ, എങ്ങനെ ഉണ്ടാവും അറിയില്ല. അപ്പം നമ്മുടെ വീട്ടിലെ ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്കത് കാണാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവും. പക്ഷേ പുറത്തുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാനത് നമ്മുടെ ആ ഒരു ലൈവായിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ, ഇൻഷാ അല്ലാ. പിന്നെ എൻ്റെ വീട്ടിൽ ഇതുപോലത്തെ ഒരു ഫംഗ്ഷന് ഞാൻ ഒരുപാട് നാളായിട്ട് കൂടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കസിൻസിനൊക്കെ ഇതുപോലെ ഒരുമിച്ച് കാണുന്നത് ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം കേട്ടോ.
മക്കളുടെ നല്ലൊരു അടിപൊളി ഡാൻസ് ആയിരുന്നു. പക്ഷേ മ്യൂസിക് എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല, കാരണം കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരും. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഒഴിവാക്കിയിട്ടുണ്ട്. നല്ല അടിപൊളി ഡാൻസൊക്കെ ആയിരുന്നു. പിന്നെ വീട്ടിൽ വെച്ചിട്ട് ഇതുപോലെ ഫംഗ്ഷനൊക്കെ വെക്കുമ്പോൾ നല്ല രസമുണ്ട്. നല്ല ലൈവായിട്ടുള്ളൊരു കല്യാണമായിരുന്നു കേട്ടോ. ഇത് എൻ്റെ വേറൊരു അമ്മായിൻ്റെ മോനാണ്. ആളാണ് എനിക്കിതുവരേക്കും വീഡിയോ ഒക്കെ എടുത്തുന്നത്. പിന്നെ ചില മ്യൂസിക്കൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പലയിടത്തും കട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാടൊന്നും ഞാനിതിൽ ഷെയർ ചെയ്യുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾക്കിത് കാണുമ്പോൾ ഭയങ്കര രസമായിരിക്കും. പക്ഷേ പുറത്തുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ഞാൻ മാക്സിമം എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡാൻസ് പാട്ടൊക്കെ ആയിട്ട് നല്ല രസമുള്ളൊരു നല്ലൊരു വൈബായിരുന്നു. കുറച്ചുകൂടി സാർ അമ്പിളി മാമനെ കൊണ്ട് തരാലോ, 1000 ആനയെ കൊണ്ട് തരാലോ, അമ്പിളി മാമനെ കൊണ്ട് തരാലോ, 1000 ആനയെ കൊണ്ട് തരാലോ, തക്കുട വണ്ടി തക്കുട വണ്ടി തക്കുട വണ്ടി ഇവിടെയും ഞാൻ മ്യൂസിക് ഒഴിവാക്കിയിട്ടുണ്ട്. ബ്രൈഡിൻ്റെ ഫ്രണ്ട്സാണ്, അപ്പോൾ അവരുടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. വേറെയും ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് 7 എളാപ്പാരുണ്ട്. അപ്പം എളാപ്പാരും എളിയന്മാരും അവരുടെ മക്കളും പിന്നെ 3 അമ്മായികളാണ് ഉള്ളത്. അപ്പം അവരും അവരുടെ മക്കളും അങ്ങനെ എല്ലാവരെയും കാണാൻ പറ്റി. പിന്നെ ഇവരുടെ കുറേ റിലേറ്റീവ്സിനൊക്കെ ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കാണുന്നത്. അപ്പോൾ എല്ലാവരെയും ഒരുമിച്ച് എനിക്ക് കാണാൻ പറ്റി. ഒത്തിരി സന്തോഷമുള്ളൊരു നിറഞ്ഞൊരു ദിവസമായിരുന്നു കേട്ടോ അന്ന്. പിന്നെ ഞാൻ കല്യാണത്തിന് തലേന്ന് തന്നെ വരാൻ കാരണം എന്താ വെച്ചാൽ കല്യാണത്തിൻ്റെ അന്ന് ഇക്കാൻ്റെ വീട്ടിൽ കല്യാണം ഉണ്ടല്ലോ, അപ്പം അവിടേക്ക് പോയിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുമെന്നൊന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ തലേന്ന് വന്നത്. പക്ഷേ കല്യാണത്തിന് അന്നും എനിക്ക് ഇവിടേക്ക് വരാൻ പറ്റി. എന്താ പറയുക, പക്ഷേ ഒരു തിരക്കായിരുന്നു കേട്ടോ. കല്യാണം കഴിഞ്ഞു കേട്ടോ. അൽഹംദുലില്ലാഹ് നല്ല അടിപൊളിയായിട്ട് എല്ലാം കഴിഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ എല്ലാവരോടും ബൈ പറഞ്ഞ് പോവുകയാണ്. കല്യാണത്തിന് അന്ന് വരാൻ പറ്റുന്നുണ്ടാവില്ലായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേ എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ അടുത്ത വ്ളോഗിൽ ഇൻഷാ അല്ലാഹ് ഷെയർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എൻ്റെ അനിയന്മാരാട്ടോ, എളാപ്പൻ്റെ മക്കളാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇവരൊക്കെ കാണുന്നത്. പലരും പലയിടത്താണ് പുറത്ത് പോയി പഠിക്കാൻ പോയവരും അങ്ങനെയൊക്കെ ഉണ്ട്. എല്ലാവരും പല എപ്പോഴും ഒരുമിച്ച് കിട്ടണമെന്നില്ലല്ലോ.
അങ്ങനെ അതാ ബൈബിളപ്പനെ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, അങ്ങനെ എല്ലാ എളാപ്പാരെയും കണ്ടു. എല്ലാവരും നല്ലൊരു ദിവസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ എൻ്റെ വീട്ടിലോട്ട് തന്നെ പോകാം കേട്ടോ. അവിടെ വീണ്ടും ഫംഗ്ഷൻ നടക്കുന്നുണ്ട്, ഒക്കെ ഞാൻ പിന്നീട് ഷെയർ ചെയ്യുന്നുണ്ട് ഇൻഷാ അല്ലാ. ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ വിശ്വസിക്കുന്നു. എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.